കോട്ടക്കലിൽ ഇപ്പോൾ പരിശോധന മറ്റു വാർഡുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പോവുകയാണ്. കോട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് നഗരസഭ. തട്ടിപ്പിൽ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ട് ഭരണസമിതി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. 2021 ധനകാര്യ പരിശോധനാ വിഭാഗം രേഖകൾ തേടിയ 63 ഗുണഭോക്താക്കളുടെ പരിശോധനയാണ് ആദ്യം നടത്തുക. അഷ്കറിലേക്ക് വരുമ്പോൾ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ഡോക്ടർ ഹർഷയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞത് ഇത് നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഈ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിലും ഇനി ഇത് ഗൗരവത്തോടുകൂടി എല്ലാ വാർഡുകളിലും അത് പരിശോധിക്കും. ഓരോ ഇടങ്ങളിലും അനർഹരുണ്ടോ എന്ന് കണ്ടെത്താൻ നഗരസഭ ഉണർന്നു പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ഒരു വീഴ്ച എവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അത് കോട്ടക്കൽ നഗരസഭയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെയുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. കോട്ടക്കൽ നഗരസഭ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അഷ്കർ? അരുൺ, ഇന്നലെ തന്നെ നഗരസഭ വ്യക്തമാക്കിയിരുന്ന കാര്യം 5400ഓളം ഇത്തരത്തിൽ ഗുണഭോക്താക്കൾ ഇവിടെ കോട്ടക്കൽ നഗരസഭ പരിധിയിലുണ്ട് എന്നുള്ളതാണ്. ഇവരെ മുഴുവൻ ആ പേരുടെയും അത് 32 വാർഡിലെയും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ രേഖകൾ പരിശോധിക്കും, മാനദണ്ഡങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇന്നലെ നഗരസഭ വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികളായിട്ടാണ് ഇപ്പോൾ ഭരണസമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ഈ കൗൺസിൽ യോഗത്തിന് കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് ഭരണസമിതി കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം ആദ്യഘട്ടത്തിൽ 63 പേരുടെ രേഖകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ്. ഈ 63 പേർ എന്ന് പറയുന്നത് 2021 ആദ്യഘട്ടത്തിൽ മലപ്പുറത്തെ ധനകാര്യ പരിശോധന വിഭാഗം ഈ മുനിസിപ്പാലിറ്റിയുടെ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ 63 പേരുടെ രേഖകളാണ് ആവശ്യപ്പെട്ടത്. അഥവാ ഇത്തരത്തിൽ അനർഹർ ആണോ എന്ന് സംശയിക്കുന്നതും അനർഹരായിട്ടുള്ളതുമായ ആളുകളുടെ 63 പേരുടെ രേഖകളാണ് ആവശ്യപ്പെട്ടത്. ഈ 63 പേരുടെ രേഖകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ സെക്രട്ടറിക്ക് ഭരണസമിതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ 63 പേരിൽ 28 പേരുടെ നിലവിൽ തന്നെ അവരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്ന നടപടി നേരത്തെ തന്നെ നഗരസഭ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ കൂടി പരിശോധിച്ച് അതിൽ നടപടിയെടുക്കാനാണ് ഇപ്പോൾ ഭരണസമിതിയുടെ തീരുമാനം. എന്നാൽ അതേസമയം തന്നെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 2021 ഇത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ പരിശോധിച്ച അനർഹരായ ആളുകളുടെ ലിസ്റ്റ് നൽകാനോ ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാനോ ഇതുവരെ ധനകാര്യ പരിശോധന വിഭാഗമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ധനകാര്യ വകുപ്പ് ഒന്നും തന്നെ ഇത്തരത്തിൽ അതിൻ്റെ ലിസ്റ്റ് നൽകുകയോ അല്ലെങ്കിൽ തുടർന്ന് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിസന്ധി നഗരസഭയ്ക്ക് മുമ്പിലുണ്ട്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് കൃത്യമായി വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ തന്നെ നഗരസഭ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ വീഴ്ചയ്ക്ക് ധാർമ്മികപരമായ ഒരു ഉത്തരവാദിത്വം അത് കൗൺസിലിനുമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നഗരസഭ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഓക്കെ അഷ്കർ, എന്തായാലും കാര്യമായ പരിശോധന നടക്കട്ടെ. അനർഹർ ഈ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയപ്പെടണം. അവരെ ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായോ അതല്ല വ്യക്തിപരമോ ആയിട്ടുള്ള ഒരു സഹായം ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പുറത്തു വരികയും വേണം. ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കുകയും വേണം. സാധാരണക്കാർക്ക് കിട്ടുന്ന പണമാണ് അത്. അവർക്ക് മരുന്നിനു വേണ്ടി, അവർക്ക് ഇരുളിൽ കഴിയുമ്പോൾ ചെറിയ ജീവിതത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന പണമാണ്. 1200 രൂപയുള്ളൂ. ആ പണമാണ് അനർഹർ കൈപ്പറ്റിയിരിക്കുന്നത്. BMW കാറുള്ള വീട്ടുകാർ, സർവീസ് പെൻഷൻ കിട്ടുന്ന പങ്കാളിക്ക്, 2000 ചതുരശ്രയടി ഉയരത്തിൽ വീതിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക്, AC കിടപ്പുമുറികളുള്ള വീടുകളിൽ താമസിക്കുന്നവരൊക്കെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് നാണക്കേടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. 12:30 കോട്ടക്കൽ നഗരസഭ എല്ലാ വാർഡുകളിലും ഈ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോകുന്നു. കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെല്ലാം ഈ പരിശോധന കൃത്യമായി തന്നെ നടക്കണം എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.